ഗാസ എന്ന പേര് കേൾക്കുമ്പോൾ ഉള്ളിലൊരു ഭയമാണ്. ഒരു കൂട്ടം മനുഷ്യരും അവരുടെ സ്വപ്നങ്ങളും ഇല്ലാതാക്കിയ ഇടം. ഭീകരരാൽ തകർക്കപ്പെട്ട നാടും നഗരവും, ശവശരീരങ്ങൾ നിറഞ്ഞുകവിഞ്ഞ ആശുപത്രികൾ, എങ്ങും വെടിവെപ്പുകളുടെയും നിലവിളികളുടെയും ശബ്ദം മാത്രം. പാലസ്തീനെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ഇസ്രായേലിന്റെ അടങ്ങാത്ത യുദ്ധവെറി ഇന്നത് അതിർത്തികൾ ഭേദിച്ച് സിറിയയിലേക്കും യമനിലേക്കും ലെബനിലേക്കും ഇറാനിലേക്കും നീണ്ടുപരന്നു കിടക്കുന്നു. ചരിത്രത്തിന്റെ വിരോധാഭാസം എന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു മറ്റൊരു ഹിറ്റ്ലറായി മാറിയിരുന്നു. അമേരിക്കൻ പിന്തുണയോടെയുള്ള ഇസ്രയേലിന്റെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെ ലോകത്തിന്റെ ശബ്ദം ഉയർന്നേ തീരൂ. ഇസ്രയേലിനെ ഭയത്തിലും ഞെട്ടലിലുമാഴ്ത്തിയ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ഇന്ന് 2 ആണ്ട് തികയുമ്പോൾ ഇസ്രയേൽക്കാരും വിദേശികളുമായി അന്ന് 1200ഓളം പേരെ അന്ന് ഹമാസ് വധിച്ചു. 250ഓളം പേരെ തട്ടിക്കൊണ്ടുപോയി. ഗാസയിലെ 1 വർഷം നീണ്ട യുദ്ധത്തിനിടയാക്കിയ ഈ സംഭവത്തിന്റെ ഓർമ്മ വിപുലമായി ആചരിക്കുകയാണ് ഇസ്രയേൽ. പലസ്തീൻ ജനതയുടെ വംശഹത്യ ലക്ഷ്യമിട്ട് ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച നിഷ്ഠൂരമായ ആക്രമണം ജൂത വംശീയ രാഷ്ട്രീയത്തിന്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കി. മുഴുവൻ പലസ്തീൻ പ്രദേശങ്ങളും എക്കാലത്തേക്കും കൈയടക്കി സയനിസ്റ്റ് തീവ്രവാദികളുടെ ലക്ഷ്യമായ വിശാലമായ ഇസ്രയേൽ സാക്ഷാത്കരിക്കുകയും അതിന് യുദ്ധം പാലസ്തീനിൽ മാത്രമായി ഒതുക്കാതെ തങ്ങൾക്ക് വഴങ്ങാത്ത രാഷ്ട്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ഐക്യരാഷ്ട്ര സംഘടനയിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടതും അത് മാനിക്കാതെയാണ് ഇസ്രയേൽ എന്ന തെമ്മാടി രാഷ്ട്രം ലോകത്തെ അശാന്തിയിലേക്ക് തള്ളിവിട്ടത്. പലസ്തീൻ പ്രദേശങ്ങളായ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും മാത്രമല്ല, ലെബനിലും സിറിയയിലും ഇറാനിലുമെല്ലാം 1 വർഷത്തിനിടെ നിരവധി ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തി. പാലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് തലവനുമായ ഇസ്മയിൽ ഹനിയെ വധിച്ച് ഇറാന്റെ ഔദ്യോഗിക അതിഥിയായി തെഹ്റാനിൽ എത്തിയപ്പോഴായിരുന്നു ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രയയെ വധിച്ച് ലെബനൻ തലസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തിയതും. UN ആസ്ഥാനത്തെ പോലും ഇസ്രയേൽ യുദ്ധപ്രഖ്യാപനത്തിന് വേദിയാക്കി. സെപ്റ്റംബർ 27 നെതന്യാഹു UN-ലെ പ്രസംഗത്തിൽ ഭീഷണി മുഴക്കി മണിക്കൂറുകൾക്കകമാണ് നസ്രാള വധിക്കപ്പെട്ടത്. ഇറാനിൽ ഹനിയെ വധിച്ചത് ഇറാനെ പ്രകോപിപ്പിച്ചത് യുദ്ധത്തിലേക്ക് ചാടിക്കാനായിരുന്നു. ആ കെണിയിൽ ഇറാൻ വീഴാതായപ്പോഴാണ് നസ്രളയെയും ഹിസ്ബുള്ളയെയും പ്രധാന നേതാക്കളെയും വധിച്ചത്. ഹമാസ് അംഗങ്ങൾ ഏറ്റവും അധികം നാശം വിതച്ച നഗരങ്ങളിലൊന്നായ എസ്തറോത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പ്രസിഡന്റ് ഐസക് ഹെർസോങ് നേതൃത്വം നൽകും. 100 കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ നോവ സംഗീതോത്സവം നടന്ന റെയിം കൂബത്സിലും അനുസ്മരണ ചടങ്ങുണ്ടാകും.